ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. എന്താണ് ഫാദേഴ്സ് ഡേ? അപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി അമേരിക്ക മാറ്റിവെച്ചൊരു ദിവസമാണ് ഫാദേഴ്സ് ഡേ. ഞാൻ ഇവിടെ പോലെ നമ്മുടെ കുർബാന ഞങ്ങൾ ദൈവമേ, ഞങ്ങൾ പിതാക്കന്മാരായി ഇവിടെ വന്നിരിക്കുന്ന അപ്പച്ച, ഡാഡി, അപ്പ എന്നൊക്കെ വിളിക്കുന്ന എത്ര പേര് നമ്മളിവിടെ ഉണ്ട്. നമുക്കിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഈ ഫാദേഴ്സ് ഡേയിൽ ദൈവം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. 2-3 ആഴ്ചക്ക് മദേഴ്സ് ഡേ അല്ലേ? എന്തിനാ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അമ്മയ്ക്ക് ആ ദിവസം പ്രത്യേക ദിവസമാണ്. ആ ദിവസം അമ്മയ്ക്ക് ദൈവം ദീർഘായുസ് കൊടുത്തു, നന്മകൾ കൊടുത്തു, ഒരു അമ്മയാകാനുള്ള ഭാഗ്യം കൊടുത്തു, ഒരു ഭാര്യയാകാനുള്ള ഭാഗ്യം കൊടുത്തു, മക്കളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു, സന്തോഷമുള്ള കുടുംബജീവിതം കൊടുത്തു. ഈ ഫാദേഴ്സ് ഡേ വേറെയും ചിലരെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ അപ്പൻ ഈ ലോകത്തില്ല, അദ്ദേഹം മരിച്ചുപോയി. ഇവിടെ പ്രായമുള്ളവരുടെ പലരുടെയും പിതാക്കന്മാരെ ഈ ലോകത്തില്ല. അപ്പോൾ ഞങ്ങളത് നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ വാങ്ങിപ്പോയ ആത്മാക്കളെ വിശുദ്ധന്മാരോട് ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. നമുക്കിന്ന് അതേ ഒക്കുള്ളൂ. എന്റെ അപ്പന് വേണ്ടി ഫോൺ വെച്ച് അദ്ദേഹത്തെ കിട്ടുന്ന ദൈവസന്നിധിയിലാണ്. പിന്നെ എന്താണ് ഈ ഫാദേഴ്സ് ഡേയിൽ ഞാൻ എന്റെ അപ്പന്മാർ കടന്നു പോയിരിക്കുന്ന മക്കളായിരിക്കുന്ന നമ്മളും കടന്നു പോയ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മമാരുടെ ദിവസം ഉണ്ടായാലും അന്ന് അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ജീവനോടിരിക്കുന്ന അമ്മമാർ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥന. കർത്താവേ, ഇന്നൊരു അമ്മയായി അപ്പന്മാരായി ഞങ്ങൾ എന്റെ കർത്താവേ, ഇന്നൊരു അപ്പൻ എന്നുള്ള നിലയിൽ കൊച്ചുമക്കൾ അപ്പച്ച എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങളെ ആയുഷോടെ നീ വെച്ചന്റെ കർത്താവേ, ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ലോകത്ത് ആരെല്ലാം മക്കളില്ലാത്തവരുണ്ട്. നമുക്ക് എത്ര സന്തോഷമാണ്. അപ്പച്ച അല്ലെ ഡാഡി, നിങ്ങളൊക്കെ ജോലിക്ക് പോയി നിങ്ങൾ കുഞ്ഞുമക്കൾ മക്കളെ ഓടി വരും, ഡാഡി ഡാഡി, അവന്റെ ആവശ്യങ്ങളെല്ലാം വന്ന് പറയും. എന്റെ ദൈവമേ, അതിനുള്ള ഭാഗ്യം ഈ ഫാദേഴ്സ് ഡേയിൽ എനിക്ക് തന്നിട്ടോ, അതിനൊക്കെ സ്തോത്രം. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവാരാധന. ഇതാണ് സ്തുതി സ്തോത്രം. നമ്മൾ ചൊല്ലിയപ്പോഴൊക്കെ പറഞ്ഞു, ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും. അതാണ് കുർബാന. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാണ്. കുർബാന നമ്മുടെ കർത്താവിന്റെ ശരീരമാകുന്ന ഈ കുർബാന നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത് അനുഗ്രഹമാണ്, ഇത് സമാധാനമാണ്, ഇത് ബലിയാണ്. കർത്താവ് കാൽവറി ക്രൂശിൽ അനുഭവിച്ച ബലിയാണ്. പിന്നെന്താണ്? ഇത് സ്തോത്രമാണ്. മശിഹാ തമ്പുരാൻ കാൽവറിയിൽ മരിച്ചതിനെ രക്ഷിച്ചതിന്റെ നന്ദിയോടെ കുടുംബമായി വന്ന ദൈവമേ, നിനക്ക് സ്തോത്രം 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 എന്ന് പറയുകയാണ്. ഇത് നമ്മുടെ വായിന്ന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വായിന്ന് വരുന്നുണ്ടോ? അതിന്റെ പിറുപിറുപ്പും കുശുകുശുവും നുണയും പരദൂഷണവും പാപമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എനിക്ക് ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല. ഞാനിത് ചൊല്ലിയപ്പോഴും എപ്പോഴും ഓർക്കും, എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്കൊക്കെയും സമാധാനമുണ്ടായി. നമുക്ക് സമാധാനമുണ്ടോ? ഈ ചൊല്ലുന്നെനിക്ക് ഞാൻ നല്ല സമാധാനത്തോടെയാ ചൊല്ലുന്നതും പറയുന്നതും ജീവിക്കുന്നതും. തമ്പുരാന്റെ പൊന്ന് കാരണം കൊണ്ടാണ് സമാധാനം. സമാധാനത്തെ എടുത്തു കളയാൻ ദൈവത്തിന് കഴിയും. അനേക സമാധാനമില്ല വീട്ടിൽ താമസിക്കുന്നുണ്ട്. സുന്ദരമായ തമ്പുരാന്റെ ആരാധന നടക്കുമ്പോൾ അവയെ അവഹേളിച്ചു നടക്കുന്നതിന് വേണ്ടി ആളുകളുണ്ട്. എന്തവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്കറിഞ്ഞു മതി. അങ്ങനെയുള്ള ആളുകൾ നമ്മൾക്ക് സ്വന്തക്കാരും ചാർച്ചക്കാരും പ്രതികളും നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളുമാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം.